നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോൺഗ്രസിന് മുന്നോടിയായി കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ ഉയർത്തുവാനുള്ള പതാകയുമായി പ്രയാണം നടത്തുന്ന ജാഥയിത തെരുവീതികളിൽ ആവേശം തിരയുയർത്തി ഇതുവഴി കടന്നുപോകുന്നു. കൊല്ലത്തെ ചെങ്കോട്ടയാക്കി CPM സംസ്ഥാന സമ്മേളനം. സമ്മേളന വേദിയിലും തുടർഭരണം ചർച്ചയാക്കി CPM. 75 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കുമെന്ന് MV ഗോവിന്ദൻ. പ്രതിനിധി സമ്മേളനം നാളെ. ആശാവർക്കർമാരുടെ ഓണറേറിയം തർക്കത്തിൽ ആരോഗ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞു. സിക്കിമിൽ 10,000 രൂപ നൽകുന്നതിന്റെ രേഖകൾ പുറത്തുവിട്ട് ന്യൂസ് 18. കേന്ദ്രവിഹിതം കൈമാറിയിട്ടുണ്ടെന്ന് മന്ത്രി ജോർജ് കുര്യൻ. സമരം ഒത്തുതീർപ്പാക്കണമെന്ന് CPI. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിംഗ് SDPIക്ക് ലഭിച്ചുവെന്ന് ED. SDPIയെ നിയന്ത്രിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട്. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ MK ഫൈസി ഫണ്ട് കൈപ്പറ്റിയെന്നും കണ്ടെത്തൽ. സിനിമാ സമരത്തിൽ അന്തിമ തീരുമാനം സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമെന്ന് ഫിലിം ചേംബർ. സാംസ്കാരിക മന്ത്രിയുമായുള്ള ചർച്ച ഈ മാസം 10-ന് ശേഷം. മാർക്കോ സിനിമയ്ക്ക് ടെലിവിഷനിൽ സംപ്രേഷണ വിലക്ക്. വെട്ടിമാറ്റാൻ കഴിയാത്ത വയലൻസ് എന്ന് സെൻസർ ബോർഡ്. കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ചു. താടിയെല്ലിന് പരിക്കേറ്റ കുട്ടിയാനയ്ക്ക് ചികിത്സ നൽകാൻ ശ്രമം. ഓപ്പറേഷന് നേതൃത്വം നൽകുന്നത് വയനാട്ടിൽ നിന്നെത്തിയ സംഘം. മലപ്പുറം കുതിരാടത്ത് പുലിയിറങ്ങി. സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി. വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ച് പഠനം നടത്തണമെന്ന് ഉത്തരവ്. ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടി പോലീസ്. മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് തല്ലി സീനിയർ വിദ്യാർത്ഥികൾ. ലഹരി ഒഴുക്ക് തടയാൻ പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരുന്നു. ആലുവയിലും നെയ്യാറ്റിൻകരയിലും പാലക്കാട്ടും അറസ്റ്റ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മദ്യപിച്ച് ജോലിക്കെത്തിയ ഗ്രേഡ് SI പിടിയിൽ. ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ന്യൂസിലൻഡ് മികച്ച സ്കോറിലേക്ക്. രജിൻ രവീന്ദ്രയ്ക്കും കെയ്ൻ വില്യംസിനും സെഞ്ചുറി. ഇന്ത്യക്കെതിരായ തോൽവിക്ക് പിന്നാലെ ഏകദിനത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് സ്റ്റീവ് സ്മിത്ത്. ചെങ്കോട്ടയായി കൊല്ലം. CPM സംസ്ഥാന സമ്മേളനത്തിന് അല്പസമയത്തിനകം കൊല്ലത്തെ ആശ്രാമം മൈതാനത്ത് കൊടി ഉയരും. ദീപശിഖ, പതാക, കൊടിമര ജാഥകൾ ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പൊതുസമ്മേളന നഗരിയിൽ പാർട്ടി പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം നാളെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, കൊല്ലം ചുവന്നു തുടുത്തിരിക്കുകയാണ്. ജാഥകളുടെ സംഗമം അല്പസമയത്തിനകം തന്നെ നടക്കുമെന്നറിയുന്നു. എവിടെ വരെ എത്തി ഒരുക്കങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെ? അല്പസമയത്തിനകം CPMന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയരും. ഈ സമ്മേളന നഗരിയായ ആശ്രാമം മൈതാനത്ത് ഉയർത്താനുള്ള കൊടിമരം ഘോഷയാത്ര ഇവിടേക്ക് VV അരുണാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് നേതാക്കളെ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം തന്നെ ദീപശിഖ, പതാക, കൊടിമര ജാഥകൾ ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പൊതുസമ്മേളന നഗരിയിൽ പാർട്ടി പതാക ഉയർത്തും. KN ബാലഗോപാലിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രതിനിധി സമ്മേളനം നാളെ മുതലാണ്. പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. VV അരുൺ, തുടരാം. ദീപശിഖ ജാഥയും ഇവിടേക്ക്
എത്തുകയാണ്. CS സുജാത, CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത നയിക്കുന്ന കൊടിമര ജാഥ ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിലുള്ള ആസാം മൈതാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. രാവിലെയാണ് കൊടിമര ജാഥ അവിടെ നിന്ന് ആരംഭിച്ചത്. M സ്വരാജ് സംസ്ഥാന സെക്രട്ടറി അംഗം M സ്വരാജ് ക്യാപ്റ്റനായുള്ള പതാക ജാഥയും ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പതാക ജാഥ ആരംഭിച്ച് ഇവിടേക്ക് വരുന്നത്. TK ബിജു ആണ് വയനാട്ടിൽ നിന്നുള്ള ദീപശിഖ റാലി ജാഥ നയിച്ചത്. അതും ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം ഈ സമ്മേളന നഗരിയിൽ പാർട്ടി പതാക ഉയരും. അതോടുകൂടി കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും. നാളെയാണ് പ്രതിനിധി സമ്മേളനം. CPMന്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വളരെ ആവേശത്തോടുകൂടി കൊല്ലം ജില്ലാ സമ്മേളനം ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് കൊല്ലത്ത് എത്തി. അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ആദ്യം എത്തിയത്. അല്പസമയത്തിനകം പിണറായിയും ഇവിടേക്ക് ഈ പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരും. അതോടുകൂടി ഈ പതാക ഉയർത്തൽ ചടങ്ങുകൾ ആരംഭിക്കും. വലിയ ആവേശത്തോടു കൂടിയാണ് ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ഈ കയ്യൂർ സാക്ഷി സ്മാരകത്തിൽ നിന്ന് മണ്ഡപത്തിൽ നിന്ന് ഈ M സ്വരാജ് നയിച്ച പതാക ജാഥ യാത്ര ആരംഭിച്ചത്. അത് ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. കൊടിമര ജാഥയും ദീപശിഖ റാലിയും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്കറിയാം CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ സമ്മേളനങ്ങൾ അതിന്റെ സംസ്ഥാന സമ്മേളനത്തെ കടക്കുകയാണ്. എറണാകുളം സമ്മേളനത്തിന് ശേഷമുള്ള സംഘടനാ രംഗത്തെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഉണ്ടായ സംഭവങ്ങൾ, ഇതിലൊക്കെ വിലകേറിയുള്ള പരിശോധന CPM നടത്തും. സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. തുടർഭരണമാണ് സർക്കാരിന്റെ CPMന്റെ ഇടതുമുന്നണിയുടെ ലക്ഷ്യം. ഉറപ്പാണ് സർക്കാരും CPM മുന്നോട്ട് പോകുന്നത്. നമുക്കിത് സാധാരണഗതിയിൽ ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട ഏറിയ സമയം നിർവഹിക്കുന്നത് സംഘടനാ വിഷയങ്ങളാണ്, രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാണ്. പക്ഷേ ഇവിടെ ഈ സംഘടനാ വിഷയങ്ങൾക്കൊപ്പം അതേ പ്രാധാന്യത്തോടു കൂടി ഒരുപക്ഷെ അതിൽ അല്പം പ്രാധാന്യം കൂടുതലായിക്കൊണ്ട് കേരളത്തിന്റെ വികസനം എങ്ങനെയാകണം, അടുത്ത 5 വർഷക്കാലം കേരളം എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ച രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ അവതരിപ്പിക്കും. നാളെ 2 പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പാകെ വരാനുള്ളത്. ഒന്ന് പ്രവർത്തന സംഘടന, രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. അതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന രേഖ അവതരിപ്പിക്കും. അടുത്ത 5 വർഷം എങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് പോകേണ്ടത്, അതായത് അടുത്ത 5 വർഷവും ഇടതു സർക്കാർ തന്നെ ഭരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് CPM. ആത്മവിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരള വികസനം എങ്ങനെയാകണം, ഏത് ദിശയിലേക്കാണ് കേരളം നീങ്ങേണ്ടതെന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് പിണറായി വിജയൻ അവതരിപ്പിക്കുക. ഒരു ദിവസം മുഴുവൻ ഇതിന്റെ ഈ രേഖയുടെ ഇത് അവതരിപ്പിച്ച് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ അവതരിപ്പിച്ചു പോവുകയെല്ലാം ഒരു ദിവസം മുഴുവൻ പ്രതിനിധികൾ ഇത് ചർച്ച ചെയ്യും. ഈ വികസന രേഖയിൽ ചർച്ച നടക്കുമ്പോൾ ഈ പതാക ഉയർത്തുന്ന നടപടിക്രമങ്ങൾ ശരി. എന്തായാലും പതാക ഉയർത്തൽ സമ്മേളന നഗരിയിൽ അല്പസമയത്തിനകം തന്നെ നടക്കും. വി അരുണാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ജാഥകളുടെ സംഗമം ആയിരിക്കുന്നു. നാളെയാണ് പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം. സംഘടനാ ചുമതലകളിൽ 75 വയസ്സെന്ന നിബന്ധന കർശനമായി നടപ്പാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ 75 വയസ്സിനോട് അടുക്കുന്ന EP ജയരാജനും TP രാമകൃഷ്ണനും നേതൃപദവികളിൽ തുടരുമെന്ന സൂചനയും സംസ്ഥാന സെക്രട്ടറി നൽകി. കണ്ണൂർ പാർട്ടി കോൺഗ്രസാണ് പാർട്ടി പദവികളിൽ തുടരുന്നതിനുള്ള പ്രായം 75 നിജപ്പെടുത്തിയത്. അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. 75 പിന്നിട്ടവരെ ഒഴിവാക്കും. 75 കഴിഞ്ഞവർ ഇവിടുന്ന് ഒഴിവാകും. 75 കഴിഞ്ഞവർ ഇവിടുന്ന് ഒഴിവാകും. അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഞങ്ങളിപ്പോ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത് 75 വയസ്സ് കഴിഞ്ഞവരെയാണ് ഞങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പാർട്ടി കോൺഗ്രസിന് തൊട്ടു പിന്നാലെ 75 വയസ്സ് പൂർത്തിയാകുന്ന EP ജയരാജൻ, ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ എന്നിവർക്ക് ആശ്വാസം നൽകുന്നതാണ് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ. അതിനിടയിൽപ്പെട്ടവരെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ തീരുമാനിക്കേണ്ട കാര്യമില്ല. അത് സംഘടനാപരമായ തീരുമാനം ഉള്ളതാണ്. PK ശ്രീമതി, AK ബാലൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരാണ് 75 വയസ്സ് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. NR ബാലൻ, MK കണ്ണൻ എന്നീ സംസ്ഥാന സമിതി അംഗങ്ങൾക്കും പ്രായം പുറത്തേക്കുള്ള വഴിയൊരുക്കും. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ചില നേതാക്കളെ കൂടി സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ CPM ആലോചിക്കുന്നുണ്ട്. വി അരുൺ, ന്യൂസ് 18 കൊല്ലം. സംസ്ഥാന സമ്മേളന വേദികളിലും തുടർഭരണം ചർച്ചയാക്കി CPM. വികസനം തുടരാൻ സർക്കാരിന്റെ തുടർച്ചയുണ്ടാകണമെന്നും ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു എന്നുമാണ് CPMന്റെ പ്രചരണം. സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചകളിലും സംഘടനാ വിഷയങ്ങൾക്കൊപ്പം കേരള വികസനം ചർച്ചയാകും.
പൊതുരാഷ്ട്രീയവും സംഘടനാ വിഷയങ്ങളും ഇഴകീറി പരിശോധിക്കലാണ് CPM സമ്മേളനങ്ങളുടെ മുഖ്യ അജണ്ട. വിമർശനവും സ്വയം വിമർശനവും തിരുത്തലുമെല്ലാം അതിന്റെ ഭാഗമായി വരും. പ്രത്യയശാസ്ത്ര തർക്കവിതർക്കങ്ങളെ മറികടന്ന് CPM സമ്മേളന ചർച്ചകളിലേക്ക് വികസന അജണ്ടകൾ കടന്നുവരികയാണ്. എറണാകുളം സമ്മേളനത്തിലാണ് ഈ മാറ്റത്തിന് CPM തുടക്കമിട്ടത്. നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാടെന്ന രേഖ പിണറായി വിജയനാണ് എറണാകുളം സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. കൊല്ലത്ത് അതിന് തുടർച്ചയായ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖയും പിണറായി തന്നെ അവതരിപ്പിക്കും. 2ാം ടേം പൂർത്തിയാക്കാൻ പോകുന്ന സർക്കാരിന് ഒരു ടേം കൂടി CPM ഉറപ്പിക്കുന്നു. അല്ലെങ്കിൽ അത്തരം ആത്മവിശ്വാസമുണ്ടെന്ന ബോധ്യം പൊതുസമൂഹത്തിനുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഭരണ തുടർച്ച ഉണ്ടെങ്കിൽ മാത്രമേ വികസന തുടർച്ചയും സാധ്യമാകൂ എന്നാണ് പ്രചരണം. ആവശ്യമായ തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, പശ്ചാത്തല വികസനം വേണം, പുതിയ സംരംഭങ്ങൾ വേണം, പുതിയ വ്യവസായങ്ങൾ വേണം. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഉന്നതമായ ഒരു കേരളീയ സംസ്കൃതിയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് അതുകൂടി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. AICCയുടെ സർവേയിൽ പോലും പിണറായി സർക്കാരിന് തുടർച്ച പ്രവചിക്കുന്നുവെന്നാണ് ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ച് CPM നേതാക്കൾ പറയുന്നത്. വാസ്തവത്തിൽ ഇന്നലത്തെ പല പത്രങ്ങളിലും ഇന്നത്തെ പത്രങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാ പത്രങ്ങളിലും ചില വാരികകൾ തന്നെ കോൺഗ്രസിന്റെ AICC നേതൃത്വം നേരിട്ട് നടപ്പിലാക്കിയ ഒരു രഹസ്യ സർവേ, വളരെ സീരിയസ് ആയ സർവേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ വാർത്തയുടെ കണ്ടിട്ടാണ്. ആ സർവേയിൽ തന്നെ പറയുന്നു 3ാം തവണയും LDF വരുന്നതിനുള്ള ഒരു അന്തരീക്ഷമാണുള്ളത്. ഗവൺമെന്റിനെ പറ്റി നല്ല അഭിപ്രായമാണ്, മുന്നണിയെപ്പറ്റി, പാർട്ടിയെപ്പറ്റി, LDFനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ്. ആ ഒരു അഭിപ്രായം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അങ്ങേയറ്റം വിനീതമായ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല. വിഭാഗീയതയോ കാര്യമായ സംഘടനാ പ്രശ്നങ്ങളോ പാർട്ടിയിലില്ലെന്ന് CPM അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലം സമ്മേളനത്തിന്റെ സമയക്രമത്തിലേറിയ പങ്കും വികസന ചർച്ചകൾക്കായി CPM മാറ്റിവെക്കാനാണ് സാധ്യത. ഭരണ തുടർച്ചയാണ് ലക്ഷ്യം. അതിനുള്ള മന്ത്രവും മുദ്രാവാക്യവുമായി CPM കാണുന്നത് വികസനമാണ്. സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ വിഷയങ്ങൾക്കൊപ്പമോ ഒരുപക്ഷെ അതിനു മുകളിലോ ചർച്ച ചെയ്യാൻ പോകുന്നതും എങ്ങനെ കേരള വികസനം എന്ന കാര്യമാകും. കൊല്ലത്ത് നിന്നും അരുൺ പാലൂരിനൊപ്പം VV അരുൺ, ന്യൂസ് 18. കുടിക്കുന്നവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കാമെന്നും എന്നാൽ പാർട്ടി മെമ്പർമാർ കുടിക്കരുതെന്നാണ് പറഞ്ഞതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മദ്യപിക്കുന്ന ആളുകളല്ല പാർട്ടി ആഗ്രഹിക്കുന്ന കേഡർമാർ. മദ്യപിക്കുന്നവരെ സംരക്ഷിക്കുന്നത് പാർട്ടിയുടെ നയമല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആശാവർക്കർമാർക്ക് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ മന്ത്രി വീണ ജോർജിന്റെ വാദം പൊളിയുന്നു. സിക്കിമിലെ ആശാവർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപ തന്നെ. കേരളത്തിൽ ലഭിക്കുന്നത് 7,000 രൂപ മാത്രം. ഇത് സംബന്ധിച്ച രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. സർ, ഓണറേറിയത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സർ ഇവിടെ ഓണറേറിയം സംസ്ഥാനം നൽകുന്നത് 7,000 രൂപയാണ്. ഡീൻ കുര്യാക്കോസ് MPക്ക് ലോക്സഭയിൽ ലഭിച്ച മറുപടി ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ മാക്കൂട്ടത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ രംഗത്തെത്തിയത്. ആശമാരുടെ സിക്കിമിലെ ഓണറേറിയം 10,000 രൂപയാണ് എന്ന MLAയുടെ വാദം പക്ഷേ ആരോഗ്യമന്ത്രി അംഗീകരിച്ചില്ല. തന്റെ കയ്യിൽ സിക്കിം സർക്കാരിന്റെ ഉത്തരവുണ്ട്. അതിൽ ഓണറേറിയമായി കാണിച്ചിരിക്കുന്നത് 6,000 രൂപയാണ്. അത് വിശ്വസിക്കുക എന്നത് മാത്രമാണ് തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് എന്നും മന്ത്രി പറഞ്ഞു. 2022 ഒക്ടോബർ 1 മുതൽ സിക്കിമിലെ ആശാവർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കി ഉയർത്തിയ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. എന്നാൽ ഈ തുക കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപാണ് നൽകി തുടങ്ങിയത് എന്ന് ന്യൂസ് 18 സിക്കിം പ്രതിനിധി സൃഷ്ടി പ്രധാൻ റിപ്പോർട്ട് ചെയ്യുന്നു. 10,000 to the ASHA workers per month. This has been notified many years ago, but then since last year, 2024, the CM, Chief Minister Prem Singh Ramu, announced this last year, and then he's been paying it to the ASHA workers. ഇതോടൊപ്പം ആന്ധ്രാപ്രദേശ് 10,000 രൂപയാണ് ഓണറേറിയമായി കാണിച്ചിരിക്കുന്നത്. കർണാടകയും സമാനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ കൂടുതൽ ആനുകൂല്യം നൽകുന്നതായും അവകാശവാദം ഉന്നയിക്കുന്നു. ആശമാരുടെ സമരം കൂടുതൽ ജനശ്രദ്ധയാകർഷിക്കുന്ന സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ തുക കേരളം നൽകുന്നു എന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആശമാർക്ക് കേന്ദ്രം നൽകേണ്ട വിഹിതം കൈമാറിയിട്ടുണ്ടെന്നും ഇതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കൃത്യമായി കേന്ദ്രം സഹായം അനുവദിക്കുന്നതിനാലാണ് കേന്ദ്ര സഹായം കിട്ടിയില്ലെന്ന് കേരളം പറയുന്നതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. ഇവിടെ മത്സ്യം വളർത്തുന്നതിനുള്ള
കുളങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചു. സയൻറ്റിസ്റ്റുകൾ വന്നു. അത് ഒക്ടോബറിൽ തൊട്ട് തന്നെ ദീപ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ICAR അവർ വന്നതാണ് ഇവിടെ. അവർ പരിശോധിച്ചതാണ്. അത് മീൻ വളർത്താൻ കൊള്ളാം എന്നുള്ളൊരു ഇതിലാണ് കണ്ടെത്തിയത്. മീൻ എൻ്റെ പണി അതാണല്ലോ. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 24ാം ദിവസവും തുടരുകയാണ്. സമരത്തിന് പിന്തുണയുമായി വിവിധ സംഘടനകൾ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമരം ഒത്തുതീർപ്പാക്കണമെന്ന ആവശ്യം ഇടതുമുന്നണിയിലും ശക്തമാണ്. സർക്കാരിനെ മോശമാക്കാൻ LDF വിരുദ്ധർ ബോധപൂർവം നടത്തുന്ന സമരമാണെങ്കിലും ആശാപ്രവർത്തകരെ മാനിച്ച് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളുടെ നയരൂപീകരണ ചുമതല ശശി തരൂരിനെ ഏൽപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം. നിയമസഭയിൽ സർക്കാരിനെതിരായ കടന്നാക്രമണത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് നേതൃത്വം നൽകും. കേരളത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കാനുള്ള AICCയുടെ കർമ്മ പദ്ധതിയിലാണ് നിർണായക തീരുമാനം. ഇടത് സർക്കാരിന്റെ ഭരണപരാജയം തുറന്നുകാട്ടാൻ സഭയ്ക്കകത്തും പുറത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്താനാണ് KPCC നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇടത് സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തുറന്നു കാട്ടുന്നതിനും യുവാക്കൾ, കന്നി വോട്ടർമാർ, മതസാമൂഹിക സംഘടനകൾ തുടങ്ങിയവരുമായി ഇടപെടുന്നതിനും ബഹുമുഖ കർമ്മ പദ്ധതിയാകും AICC നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ KPCC നടപ്പിലാക്കുക. ഒരേ സമയം LDF സർക്കാരിന്റെ വ്യവസായ, തൊഴിൽ, സാമ്പത്തിക മേഖലകളിലെ നുണപ്രചരണങ്ങൾ തുറന്നുകാട്ടിയും കോൺഗ്രസിന്റെ നിക്ഷേപ, തൊഴിൽ അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടിയുമുള്ള പ്രചാരണത്തിന് ശശി തരൂർ MP നേതൃത്വം നൽകും. ഈ രംഗങ്ങളിലെ പാർട്ടിയുടെ നയരൂപീകരണത്തിലും തരൂർ സജീവമാകും. തരൂരിന്റെ നിലപാടുകൾ ഉയർത്തിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കാൻ ശ്രമിച്ച ഇടതുമുന്നണിക്കുള്ള മറുപടി കൂടിയാകും ശശി തരൂരിന്റെ പുതിയ ദൗത്യം. LDF സർക്കാരിന്റെ സാമ്പത്തിക ദുർവിനിയോഗം, ഭരണകൂടധാർഷ്ട്യം, നയപരാജയങ്ങൾ എന്നിവ തുറന്നുകാട്ടിക്കൊണ്ട് VD സതീശനും രമേശ് ചെന്നിത്തലയും നിയമസഭയിൽ ഏകോപിത ആക്രമണത്തിന് നേതൃത്വം നൽകും. സുപ്രധാന വിഷയങ്ങളിൽ മറ്റ് മുതിർന്ന അംഗങ്ങളുടെ ഇടപെടലും ഉറപ്പുവരുത്തും. സഭയ്ക്കുള്ളിൽ പൊതുജനങ്ങളുടെ ആശങ്കകൾ നേരിട്ടുന്നയിക്കാൻ നിയമനിർമ്മാണ അവസരങ്ങളും പരമാവധി ഉപയോഗിക്കും. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് KPCC പ്രസിഡന്റ് K സുധാകരൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, മുതിർന്ന നേതാക്കൾ എന്നിവരുമായി വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തും. പ്രധാന തീരുമാനങ്ങളിലും അടിത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കുന്നതിനും മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ളവരുടെ നേതൃപരിചയം ഉപയോഗപ്പെടുത്തും. പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ബൂത്ത് മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനവും ഊർജ്ജസ്വലമാക്കും. ഡിജിറ്റൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ട്രെൻഡ് സെറ്റിംഗ് എന്ന ആശയവും നടപ്പിലാക്കും. യുവാക്കളെയും നവ വോട്ടർമാരെയും ലക്ഷ്യമാക്കിയുള്ള സമൂഹ മാധ്യമ ക്യാമ്പയിനുകൾ സജീവമാക്കാനും യുവ നേതാക്കൾക്ക് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പോപ്പുലർ ഫ്രണ്ട് ഫണ്ടിംഗ് SDPIക്ക് ലഭിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SDPIയെ നിയന്ത്രിക്കുന്നതും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും PFI ആണെന്നും EDയുടെ കണ്ടെത്തൽ. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ ED അറസ്റ്റ് ചെയ്ത SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. SDPI, PFI എന്നീ സംഘടനകൾക്ക് ഒരേ നേതൃത്വവും അണികളുമാണ്. ദൈനംദിന പ്രവർത്തനത്തിന് പണം നൽകുന്നത് PFI ആണ്. നയരൂപീകരണം, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കൽ, പൊതുപരിപാടികൾ, കേഡർ മൊബിലൈസേഷൻ എന്നിവയ്ക്കെല്ലാം SDPI PFIയെ ആശ്രയിച്ചിരുന്നു. കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനത്ത് നിന്നും ഇത് സംബന്ധിച്ച തെളിവുകൾ കണ്ടെത്തിയതായി ED പറയുന്നു. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി പണം നൽകിയതിന്റെ രേഖകൾ ലഭിച്ചു. SDPIക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചതായും തെളിഞ്ഞു. രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനത്തിനായി PFI പിരിച്ച പണത്തിന്റെ വിഹിതം MK ഫൈസി കൈപ്പറ്റിയതായും ED വ്യക്തമാക്കുന്നു. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. കേസിൽ 12 തവണ നോട്ടീസ് അയച്ചിട്ടും MK ഫൈസി ഹാജരായില്ലെന്ന് ED പറയുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റെന്നാണ് ED അറിയിച്ചത്. ന്യൂസ് 18 കൊച്ചി. സിനിമാ സമരം സംബന്ധിച്ച് ഫിലിം ചേംബർ സർക്കാരുമായി ചർച്ച നടത്തും. സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി ഈ മാസം 10 ശേഷമായിരിക്കും കൂടിക്കാഴ്ച. അതിനുശേഷം സൂചനാ പണിമുടക്കിലടക്കം തീരുമാനമെടുക്കും. സിനിമയിലെ വയലൻസ് സമൂഹത്തെ സ്വാധീനിക്കുമെന്നും അതിന് അറുതി വരുത്തേണ്ടത് സെൻസർ ബോർഡാണെന്നും ഫിലിം ചേംബർ പറഞ്ഞു.
ജൂൺ 1 മുതൽ നടക്കുന്ന സിനിമാ സമരത്തിന് മുന്നോടിയായി സൂചനാ പണിമുടക്ക് ഈ മാസം ഉണ്ടാകുമെന്നായിരുന്നു ഫിലിം ചേംബർ പറഞ്ഞത്. എന്നാൽ മന്ത്രി സജി ചെറിയാൻ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചതോടെ ഇനി ചർച്ച കഴിഞ്ഞ് സൂചനാ പണിമുടക്കിൽ തീരുമാനമെടുക്കുമെന്ന് ചേംബർ പ്രസിഡന്റ് വ്യക്തമാക്കി. ചർച്ച 10-ാം തീയതിക്ക് ശേഷം ഒരു ചർച്ച സിനിമാ മന്ത്രി നമ്മളെ എല്ലാ അഫയേഴ്സും വിളിച്ചുകൊണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ചേംബറിൽ ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ സംഘടനകളെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വെക്കാമെന്നും 10-ാം തീയതിക്ക് ശേഷം മീറ്റിംഗ് വെക്കാമെന്നും അതിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്രാവശ്യം കൊടുത്തുള്ള നിവേദനങ്ങളാണ് അദ്ദേഹം അതിന് ഒരു മീറ്റിംഗിൽ കൂടി പരിഹാരം കണ്ടെത്താമെന്നുള്ള ഒരു സന്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. GSTക്കപ്പുറം സിനിമയിലെ വിനോദ നികുതി ഒഴിവാക്കുക, സിനിമയെ വ്യവസായമാക്കി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിലാകും ചർച്ച. നേരത്തെയും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്കപ്പുറം ഒരു തീരുമാനവും നടപ്പാക്കിയില്ല. ഇത്തവണയും അത് തന്നെ ആവർത്തിച്ചാൽ ഉറപ്പായും പണിമുടക്കുമെന്നും അത് സിനിമകളുടെ റിലീസിനെ ബാധിക്കാത്ത തരത്തിലായിരിക്കുമെന്നും ചേംബർ പ്രതിനിധികൾ പറഞ്ഞു. സിനിമയിലെ വയലൻസ് സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടെന്നും ഫിലിം ചേംബർ പ്രതിനിധികൾ പറഞ്ഞു. മാർക്ക് എന്ന് പറഞ്ഞ പടത്തിനെ പറ്റി ഇപ്പോൾ വന്നത്, മാർക്ക് എന്ന് പറഞ്ഞ പടം സാറ്റലൈറ്റ് TV മാധ്യമങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടല്ലോ. അപ്പൊ സെൻസർ ബോർഡാണ് നിയന്ത്രണം കൊണ്ടുവരാൻ, ഞങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനൊന്നും സാധിക്കില്ല. വയലൻസ് കുത്തിനിറച്ച് പുറത്തിറക്കുന്ന സിനിമകൾ TV ചാനലുകളിൽ നിന്ന് വിലക്കുന്നുവെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിലക്കണമെന്നും ഫിലിം ചേംബർ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് 18 കൊച്ചി. ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ സിനിമ TV ചാനലുകളിൽ പ്രദർശിപ്പിക്കില്ല. ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിരസിച്ചു. വെട്ടിമാറ്റാൻ കഴിയാത്ത അത്ര വയലൻസ് സിനിമയിലുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ. മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ലെന്ന് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞു. ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് നിരസിച്ചത്. U അല്ലെങ്കിൽ U-ബാർ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത അത്ര വയലൻസ് സിനിമയിലുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ. കൂടുതൽ സീനുകൾ വെട്ടിമാറ്റണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാമെന്നും സെൻസർ ബോർഡ് അറിയിച്ചു. ചിത്രത്തിന്റെ OTT പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടും കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. അതേസമയം മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ലെന്ന് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞു. മാർക്കോ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ല, പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്ന് കരുതിയെന്നും നിർമ്മാതാവ്. ഈ പറഞ്ഞ സിനിമയിലുള്ള വയലൻസ് ആൾക്കാരിലേക്ക് ഇപ്പോ കുട്ടികൾ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിനിമയെ സിനിമയായിട്ട് കാണാനും ഈ പറഞ്ഞ ലൈഫിലെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ സിനിമ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം സിനിമയായിട്ട് തന്നെ കാണേണ്ടി വരും എന്നുള്ളത് നമ്മളുടെ കൂട്ടുകാരിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ വീട്ടിൽ നിന്നും നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഒരു ബോധവൽക്കരണം ആവശ്യമുള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മലയാളത്തിലെ ഏറ്റവും വയലൻസ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ഗുരുതരമായി പരിക്കേറ്റ കാട്ടാനയെ മയക്കുവെടിവെച്ചു. താടിയെല്ലിന് പരിക്കേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സ നൽകാനാണ് ശ്രമം. വയനാട്ടിൽ നിന്നെത്തിയ 15-അംഗ സംഘമാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. ഡോക്ടർ അജീവ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘമാണ് മയക്കുവെടിവെച്ചത്. ആന മയങ്ങി തുടങ്ങി. ഇന്ന് പുലർച്ചെ 6 മണിക്കാണ് ജനവാസ മേഖലയിൽ കാട്ടാന കുത്തിയെത്തിയത്. ആനയുടെ ജീവൻ രക്ഷിക്കുക ശ്രമകരമെന്ന് ACF അറിയിച്ചു. വനത്തിലേക്ക് തുരത്തുക പ്രായോഗികമല്ലെന്നും ചികിത്സയ്ക്കാണ് പ്രാഥമിക പരിഗണനയെന്നും ACF വി രതീശൻ പറഞ്ഞു. ഇടക്കൊച്ചിയിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. 3 കാറുകൾ, ഒരു ബൈക്ക്, ആനയെ കൊണ്ടുവന്ന ലോറി, സൈക്കിൾ എന്നിവ ആന തകർത്തു. പാപ്പാനും പരിക്കേറ്റു. ആനയെ ഇടക്കൊച്ചി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പകൽപൂരത്തിന് കൊണ്ടുവന്നതായിരുന്നു. ഡാനി പോൾ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണോ? എന്താണ് അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? രേണുക, ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് തീർത്തും പരിഭ്രാന്തിയായ അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായത്. എഴുന്നള്ളത്തിന് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ആന ഇടയുന്നു. ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇവിടുത്തെ പകൽപൂരത്തിന് വേണ്ടി എത്തിച്ചത്. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. ഇവിടെ ആനയെ എത്തിച്ചത്. ഇവിടെ
എത്തിച്ച അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെയും അതിന്റെ ലക്ഷണങ്ങൾ മാറുന്നു. അതൊരു മറ്റു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അടക്കം എത്തുന്നു. തുടർന്നാണ് ഈ കൊണ്ടുവന്ന ലോറി അത് കുത്തിമറിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന 3 കാറുകൾ തകർത്തു. ഒരു ഇരുചക്ര വാഹനവും തകർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു തീർത്തും പരിഭ്രാന്തി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായത്. എന്ത് ചെയ്യണമെന്ന് ആളുകൾക്ക് ഒരു രൂപമില്ലാതെ നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. പിന്നീട് ക്ഷേത്രം ഭാരവാഹികൾ തന്നെയും ഇവിടേക്ക് വനംവകുപ്പിനെയും മറ്റു ബന്ധപ്പെട്ടവരെയും തന്നെ ആ വിവരം അറിയിക്കുകയായിരുന്നു. അതനുസരിച്ച് അവിടേക്ക് വനംവകുപ്പ് അതോടൊപ്പം തന്നെ സ്ഥലത്തെ പോലീസും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഒടുവിൽ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇതിനെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ ഒരു അന്തിമഘട്ടത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പാപ്പാനും പരിക്കുണ്ട്. ആദ്യഘട്ടത്തിൽ നിന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ച പാപ്പാനും പരിക്കേൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഉത്സവം ആയതിനാൽ പകൽപൂരം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുകയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ തീർത്തും മറ്റ് അപകടങ്ങളിലേക്ക് മറ്റു ആളുകൾക്ക് കൂടുതൽ അത്യാഹിതങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഭാഗ്യം കൊണ്ട് വന്നില്ല എന്ന് വേണം പറയുവാനായിട്ട്. ഏതായാലും വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്. അതിൽ തീർത്തും പരിഭ്രാന്തി നിറഞ്ഞ ഒരു അന്തരീക്ഷം ഈ ഇടക്കൊച്ചിയും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. അത് ആന ഇടഞ്ഞതിന്റെ ഒരു സാഹചര്യത്തിൽ ചുറ്റുപാടുമുള്ള ഗതാഗതം വരെയും റോഡിനോട് ചേർന്നുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ നിർത്തിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും ഏറെ പരിഭ്രാന്തി പരത്തി ആന. ഇപ്പോൾ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടി പോലീസ്. ആക്രമണം ആസൂത്രണം ചെയ്തതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനാണ് ശ്രമം. അതേസമയം കേസിലെ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിൽ പ്രതിഷേധിച്ച് KSUവും MSFും കോഴിക്കോട് ജുവനൈൽ ഹോമിലേക്ക് മാർച്ച് നടത്തി. കേസിൽ ഡിജിറ്റൽ തെളിവുകൾ കൂടുതൽ ബലപ്പെടുത്താനാണ് പോലീസിന്റെ ശ്രമം. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളെക്കുറിച്ച് അറിയാനാണ് പോലീസിന്റെ നീക്കം. ഒപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സന്ദേശങ്ങൾ കൈമാറിയതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കണം. ഇതിനായി മെറ്റയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ആവശ്യപ്പെട്ടു. ഇൻസ്റ്റ അക്കൗണ്ടുകൾക്കായി ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരം അറിയിക്കാനും മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘർഷം ആസൂത്രണം ചെയ്തതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേസിൽ മുതിർന്നവരുടെ പങ്കും അന്വേഷിക്കും. തെളിവുകൾ ലഭിച്ചാൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കും. അതേസമയം വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ ഇന്നും പോലീസ് കാവലിൽ പരീക്ഷ എഴുതി. ഇന്നലെ അറസ്റ്റിലായ വിദ്യാർത്ഥി ഉൾപ്പെടെ 6 പേരാണ് പരീക്ഷ എഴുതിയത്. ജുവനൈൽ ഹോമിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രത്തിൽ ആയിരുന്നു ഇവരുടെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ KSU MSF പ്രവർത്തകർ ജുവനൈൽ ഹോമിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. ചെവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകരെ കൊണ്ടുപോയി. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് തല്ലി സീനിയർ വിദ്യാർത്ഥികൾ. മർദ്ദന ദൃശ്യങ്ങൾ റീലുകളാക്കിയും പ്രചരിപ്പിച്ചു. പുറ്റൂർ KMHS സ്കൂളിലാണ് സംഭവം. മർദ്ദനമേറ്റ ഒരു വിദ്യാർത്ഥിക്ക് സാരമായ പരിക്കുണ്ട്. സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി. റാഗിംഗ് കർശനമായി തടയുന്നതിന് നിയമപരിഷ്കരണം അനിവാര്യമാണെന്ന് കോടതി വിലയിരുത്തി. റാഗിംഗ് വിരുദ്ധ നിയമത്തിൽ മാറ്റം വരുത്തുന്നതിൽ പഠനം നടത്തണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഇതിനായി വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പൊതുതാൽപര്യ ഹർജിയിലാണ് പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. CPM ലഹരിക്കടത്തുകാർക്ക് സംരക്ഷണം ഒരുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രകോപിതനാകേണ്ട. സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ തന്നെ ചെയ്യണം. ലഹരിക്കെതിരെ കേരളത്തിൽ UDF വ്യാപകമായി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. നോ ക്രൈം നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തി UDF സംഘടിപ്പിക്കുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ
അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. സ്പോർട്സ് വാർത്തയിലേക്കാണ്. ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ന്യൂസിലൻഡിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 363 റൺസ് വിജയലക്ഷ്യം. 6 വിക്കറ്റ് നഷ്ടത്തിലാണ് കിവീസ് 362 റൺസ് എടുത്തത്. സെഞ്ചുറി നേടിയ രജിൻ രവീന്ദ്രയും കെയ്ൻ വില്യംസണുമാണ് ന്യൂസിലൻഡിനെ ശക്തമായ നിലയിലെത്തിച്ചത്. രജിൻ രവീന്ദ്ര 108 റൺസെടുത്തും വില്യംസൺ 102 റൺസെടുത്തും പുറത്തായി. ഡാരിൽ മിച്ചലും ഗ്ലെൻ ഫിലിപ്സും 49 റൺസ് വീതം എടുത്തു. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളത്തിൽ ആര്യവൻ.